9ാമത്തെ സ്കാനിങ്ങിൽ ഇവിടെ SIT വന്നപ്പോൾ പറയുന്നു കുഞ്ഞ് വിരൂപമാണ്, കുഞ്ഞിന് തലച്ചോറില്ല, കുഞ്ഞിന് നട്ടലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അവിടുത്തെ ലാബിൽ പഠിക്കാൻ വേണ്ടി ഓരോ മാസം പ്രായമുള്ള കുട്ടികളെ അവർ ലാബിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ എന്നെ ഈ മോളെ അവർ പ്രസവിപ്പിച്ചിട്ട് അവരുടെ ലാബിൽ പഠിക്കാൻ വേണ്ടി എന്നോട് ചോദിച്ചു. ഇതെല്ലാം കേട്ടതിനപ്പുറം ഒരമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയാകും? ആശങ്കപ്പെടാതെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് സ്വന്തം മകളുടെ ഈണങ്ങളാണ്. കാലിന്റെ പേശികൾക്കുൾപ്പെടെ തളർച്ചയുണ്ടാക്കുന്ന നട്ടലിനെ ബാധിക്കുന്ന മൈലോ മെനിങ്കോ ഗുസിലോ എന്ന അസുഖമാണ് ദുർഗയെ ബാധിച്ചിരിക്കുന്നത്. നഷ്ടപ്പെടുമെന്ന് കരുതിയ മകളെ ചികിത്സയിലൂടെ തിരിച്ചു പിടിച്ചു. ഇപ്പോൾ മാതാപിതാക്കളെ കലയുടെ മായാജാലത്തിലൂടെ വിസ്മയിപ്പിക്കുന്നു. കുട്ടിക്കാലത്ത് അമ്മ കേൾപ്പിച്ച ഉറക്കുപാട്ടാണ് പ്രിയം. മോളുടെ പേരിൽ അമ്മയും അച്ഛനും അറിയപ്പെടും എന്നുള്ളൊരു വാക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ സത്യമാണ്. പഠിത്തത്തിൽ മാത്രമല്ല, എല്ലാത്തിനും ചേരണം, അപ്പോഴേ വിദ്യാഭ്യാസം പൂർണ്ണമാവും. എല്ലാവരും അങ്ങനെ ചെയ്തു തരണമെന്നാണ് ആഗ്രഹം. ഞാൻ നെഗറ്റീവായി ഞാൻ ഒരു തളർന്ന അവസ്ഥയിൽ പോകുമെങ്കിലും അവളെല്ലാം പോസിറ്റീവാണ്. അന്നും ഇന്നും കുഞ്ഞിലെ തൊട്ട് മോള് പോസിറ്റീവാണ്. എനിക്ക് തോന്നുന്ന ആ ഒരു പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പിടിച്ചു നിന്നത്.